പറഞ്ഞതിനേക്കാളും ബജറ്റ് ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട്. ഇച്ചിരിയല്ല, കുറച്ച്. മഴക്കാലം അപ്പോൾ കുറേ ദിവസം എല്ലാ ദിവസവും മഴയായിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ. പിന്നെ മഴ കാണാനൊക്കെ ആയിട്ട് ഞങ്ങളുടെ സെറ്റിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ ഈ സിനിമയുടെ ഷൂട്ട് എവിടെ ഉണ്ടോ അവിടെയൊക്കെ മഴയായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു. രാമേശ്വരത്ത് നല്ല ഏത് മാസത്തായിരുന്നു? ഒരു വെയിലത്ത് അല്ല, ഏത് മാസം? പൊരുവെയിലത്ത് എങ്ങനെയാണോ മഴ പെയ്യുന്നത്? ഏത് മാസം? പൊരുവെയിലത്ത് രാമേശ്വരം ഭാഗത്ത് മാത്രമായിട്ട് ഞങ്ങൾ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ അവിടെയും മഴ പെയ്തു. അപ്പോഴും ഞങ്ങൾ ശിവൻ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ ഇവിടെയും മഴ പെയ്യണം. അത് ഈ മരണമാസത്തെ സെറ്റിലായിരിക്കും. എന്തൊരു കഥയില്ലാത്തവന്മാരാടാന്നുള്ള രീതിയിലായിരുന്നു. എവിടെ പോയാലും മഴ. ഞങ്ങൾ അത് നൈറ്റായിരുന്നു, എല്ലാ ദിവസവും നൈറ്റ് ഷൂട്ടായിരുന്നു. ഫുൾ രാത്രി നടക്കുന്ന കഥയായതുകൊണ്ട് ഫുൾ നൈറ്റായിരുന്നു ഷൂട്ട്. രാത്രി മുതൽ രാവിലെ വരെ ഇരിക്കണം. ഈ രാത്രി ഉറക്കം വിളിച്ചിട്ട് 2 മണിക്ക് 3 മണിക്കൊക്കെ മഴയും നോക്കിയിരിക്കുക, ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അത് പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം അതിലധികം വെറുതെ പൈസ പോയിക്കൊണ്ടിരിക്കുക. ഈ ലൈറ്റിംഗ് യൂണിറ്റും സെറ്റപ്പും ക്യാമറ ടീമും ക്രൂ എല്ലാവരും ഇവിടെ വന്നിട്ട് ജോലി എടുക്കാൻ പറ്റാതെ ഇരിക്കുന്നു. ഷൂട്ടിംഗ് ഡേയ്സ് കൂടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും സിനിമയെ യാതൊരു വിധ കോംപ്രമൈസും ചെയ്യാതെ അതിൻ്റെ കൂടെ തന്നെ നിന്ന് അവസാനം വരെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ക്വാളിറ്റി 2 ക്യാമറ ഉണ്ട്, മൾട്ടി ക്യാമറ. അതൊക്കെ ഇപ്പം എല്ലാ പടത്തിലും ഉണ്ട്. എന്നാലും പറഞ്ഞേക്കാം. ക്യാമറ ഏതായിരുന്നു? സൂപ്പർ 35, വെരി എക്സ്പെൻസീവ് ക്യാമറ. അത് 2 എണ്ണം. കൂക്ക് ലെൻസ് മേടിച്ചു. ഒരു ലെൻസ് മേടിക്കേണ്ടവരെ വന്നു. സാധാരണ അതൊക്കെ വാടക എടുക്കാറ്. സ്വന്തമായിട്ടൊരു ലെൻസ് മേടിച്ച പ്രൊഡ്യൂസറാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് എഫേർട്ട് അല്ലേ? ഇല്ല, സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്തോ അല്ല, എനിക്കും ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള പരിചയമുള്ളൂ. ഞാനല്ല സ്പോട്ടിലുണ്ടായിരുന്നത്. നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പൊ ആ രീതിയിൽ ഭയങ്കര നന്നായിട്ട് തന്നെ ഇതിന്റെ കൂടെ നിന്നിട്ടുണ്ട് കട്ടയ്ക്ക്. ടോയി എന്നുള്ളൊരു അവന്റെ ബ്രദറും ഉണ്ടായിരുന്നു, ടിങ്സ്റ്റൻ ചേട്ടനും ഗോകുലും